നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. കൃഷ്ണപിള്ള ആരാണെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അറിയണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കൃഷ്ണപിള്ള സ്മാരകം വേണ്ടെന്ന് പറയുന്നവർ കലയും സാഹിത്യവും എല്ലാം വേണ്ടെന്നാണ് പറയുന്നതെന്നും ബിനോയ് വിശ്വം. കൃഷ്ണപിള്ള സ്മാരക ഭൂമി തിരിച്ചെടുക്കുന്നതിനെതിരെ ചാരുമൂട്ടിൽ ബഹുജന കൂട്ടായ്മ. കോൺഗ്രസ് നേതാവും കൊല്ലം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ B. അജിത് കുമാറിന് അന്ത്യാഞ്ജലി. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കൊല്ലം കോർപ്പറേഷനിൽ പൊതുദർശനം. എറണാകുളം വേളാങ്കണ്ണി റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. വേളാങ്കണ്ണി തിരുനാൾ പ്രമാണിച്ചാണ് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത്. കോട്ടയം, കൊല്ലം, ചെങ്കോട്ട വഴിയാണ് സർവീസ്. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. കൊല്ലം V പാർക്കിന് മുന്നിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് SFIയുടെ നേതൃത്വത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കൊല്ലം V പാർക്കിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. ബാരിക്കേഡിന് മുകളിലൂടെ ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് പ്രവർത്തകർ പ്രവേശിച്ചു. പോസ്റ്റ് ഓഫീസിലേക്ക് കടക്കുവാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിലാണ് ഉന്തും തള്ളും ഉണ്ടായത്. തുടർന്ന് നേതാക്കൾ എത്തിയാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. SFI കേന്ദ്ര കമ്മിറ്റി അംഗം SK ആദർശ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ കാലയളവിൽ നടത്തിയിട്ടുള്ള അഴിമതികൾ, ഈ രാജ്യത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയുടെ കായ്വൽക്കരണം, ഈ രാജ്യത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയെയും പരീക്ഷകളെയും മത്സര പരീക്ഷകളെ ആകെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് മാറിയതിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് SFI ഈ രൂപത്തിൽ സംസ്ഥാനത്തിലെ മുഴുവൻ ജില്ലാ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തുന്നത്. അങ്ങനെ മാർച്ച് നടത്തുമ്പോഴും കേരളത്തിന്റെ പോലീസിന്റെ, കേരളത്തിലെ VD സതീശന്റെ പോലീസിന്റെ നിലയെന്താ? ഇവർ SFIയുടെ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ പറഞ്ഞ ഇത് അതുപോലെ തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കേരളത്തിനകത്തെ വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ ഇന്ന് ഈ കേരളത്തിൽ നിലനിൽക്കുന്ന പോലീസ് ഫോഴ്സിനൊന്നും ആകില്ല എന്ന് കാക്കിയിട്ടേ മാന്മാർ മനസ്സിലായിക്കൊള്ളാം. ഇന്ന് SFIയുടെ സമരശക്തിയെ, സമരച്ചൂടിനെ അടിച്ചമർത്താൻ കഴിഞ്ഞ കാലയളവിലും കാക്കിയിട്ടേ മാന്മാർ ഒരു കാലഘട്ടത്തിൽ മുഴുവനായി ശ്രമിച്ചതാണ്. അതിനെയെല്ലാം മറികടന്നാണ് ഇന്ന് കാണുന്ന അവകാശ പോരാട്ടങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലേക്ക് ഇന്ന് SFI എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ അടിച്ചമർത്താനൊന്നും ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന പോലീസ് ഫോഴ്സിനാകില്ല എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. SFI ജില്ലാ പ്രസിഡന്റ് അസ്ലം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അജ്മൽ, ജ്യോതി, DYFI ജില്ലാ സെക്രട്ടറി ശ്രീനാഥ, പ്രസിഡന്റ് ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 6 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. യുവാവ് അറസ്റ്റിൽ. ചാത്തന്നൂരിലാണ് സംഭവം. വരിഞ്ഞം സ്വദേശി സുജിത്താണ് അറസ്റ്റിലായത്. 6 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് യുവാവിനെ ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വരിഞ്ഞം ചരിവിള പുത്തൻവീട്ടിൽ 31കാരനായ സുജിത്താണ് പിടിയിലായത്. വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ എടുത്തുകൊണ്ട് സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ അമ്മയെ കണ്ട് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ
പോലീസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മുന്നിലെത്തിച്ച് കൗൺസിലിംഗിന് വിധേയയാക്കി. കൗൺസിലിംഗിലൂടെയാണ് പീഡന ശ്രമം കുട്ടി വ്യക്തമാക്കിയത്. ചാത്തന്നൂർ SHO വിനോദ്, SI ബിജുപാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ. സൂപ്പർ മാർക്കറ്റിൽ മോഷണം, 2.5 ലക്ഷം രൂപ കവർന്നു. തേവലക്കര ഭാരത് സൂപ്പർ മാർക്കറ്റിലാണ് മോഷണം നടന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തേവലക്കര ഭാരത് സൂപ്പർ മാർക്കറ്റിലാണ് കവർച്ച നടന്നത്. 2.5 ലക്ഷം രൂപയോളം നഷ്ടമായി. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. കെട്ടിടത്തിന്റെ പിന്നിലെ തെങ്ങുവഴി മുകൾ നിലയിൽ കയറിയ മോഷ്ടാവ് സോളാർ സ്ഥാപിച്ച വിടവിലൂടെ കടയ്ക്കുള്ളിൽ കടക്കുകയായിരുന്നു. കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന 2.5 ലക്ഷം രൂപയാണ് കവർന്നത്. സംഭവിച്ചത് ഇന്നലെ രാത്രിയില് കട 11 മണിക്ക് അടച്ചിട്ട് പോയതാണ്. ഇന്ന് രാവിലെ ഷോപ്പ് തുറക്കുന്നത് 5:30, 5:20 ആകുമ്പോഴാണ്. അപ്പം അതുപോലെ ഇന്നും അതേ സമയത്ത് വന്ന് ഷോപ്പ് തുറന്ന് അകത്ത് കയറിയ ഉടനെ കൗണ്ടറിൻ്റെ 3 ഡ്രോയറും തുറന്ന് കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട്. അപ്പോൾ തന്നെ അകത്തോട്ട് പോയി ഓഫീസ് റൂമിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് ഓഫീസ് റൂമിൻ്റെ ഡ്രോയറും എല്ലാം തുറന്നിട്ടേക്കുന്നത്. അങ്ങനെ അകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് പൈസയും ഒന്നും കാണാനില്ല. പൈസയും ചില്ലറ പൈസയും എല്ലാം എടുത്ത് പോയിരിക്കുന്നത്. പിന്നെ CCTV ക്യാമറ ചെക്ക് ചെയ്തപ്പം കട തുറക്കുന്നതിന് ഏകദേശം ഒരു 5 മിനിറ്റ് മുമ്പാണ് സംഭവം നടക്കുന്നത്. 5:15 ഈ സംഭവം നടക്കുന്ന 5:20 കട തുറക്കുന്നത്. അതിന് തൊട്ട് മുമ്പാണ് ഈ മോഷണം നടന്നിരിക്കുന്ന ആളുടെ മുഖമെല്ലാം ക്യാമറയിൽ നോക്കിയപ്പം കറുത്ത തുണി വെച്ച് മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ആരാന്ന് വ്യക്തമാവുന്നില്ല. അങ്ങനെ കാഷ്വലെല്ലാം എടുത്ത് ബാക്കിൽ കൂടെ ഇറങ്ങിപ്പോയാൽ മുകളിൽ കൂടെ കണ്ട് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങാൻ സാധ്യതയില്ല. ഫ്രണ്ടിൽ സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ കയറി ഷീറ്റ് വല്ലതും ഇളക്കി അങ്ങനെ പോയതായിരിക്കാനാണ് ചാൻസ്. പിന്നെ മുകളിൽ റൂഫിനോട് ചാരി ഒരു തെങ്ങ് നിൽപ്പുണ്ട്. അതിൽ ആ തെങ്ങ് വഴി റൂഫിൽ കയറി റൂഫിളക്കി അകത്തിറങ്ങിയതാണ് സംശയം. പരാതിയെ തുടർന്ന് തെക്കുംഭാഗം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷണം നടത്തിയ ശേഷം മോഷ്ടാവ് വന്ന വഴി തന്നെയാണ് പുറത്തേക്ക് കടന്നത്. മോഷണം നടക്കുന്ന സമയത്ത് കടയ്ക്ക് പുറത്ത് സുരക്ഷാ ജീവനക്കാരും ഉണ്ടായിരുന്നു. പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധന നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. പി കൃഷ്ണപിള്ള ആരാണെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അറിയണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പി കൃഷ്ണപിള്ള സ്മാരക ഭൂമി തിരിച്ചെടുക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് ചാരുമൂട്ടിൽ നടത്തിയ ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൃഷ്ണപിള്ള സ്മാരകം വേണ്ടെന്ന് പറയുന്നവർ കലയും സാഹിത്യവുമെല്ലാം വേണ്ടെന്നാണ് പറയുന്നത്. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ ഏറ്റവും വലിയ വക്താവായിരുന്നു കൃഷ്ണപിള്ളയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പി കൃഷ്ണപിള്ള സ്മാരകം വേണ്ടെന്നു പറഞ്ഞ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പി കൃഷ്ണപിള്ള ആരാണെന്നറിയണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കോൺഗ്രസ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവന്നയാളാണ്. കൃഷ്ണപിള്ള സ്മാരകം വേണ്ടെന്ന് പറയുന്നവർ കലയും സാഹിത്യവും നാടകവും തോപ്പിൽഭാസിയും ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ ഏറ്റവും വലിയ വക്താവായിരുന്നു പി കൃഷ്ണപിള്ള. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ സ്കൂൾ വേണ്ടെന്ന് പറയില്ല. എന്നാൽ പി കൃഷ്ണപിള്ള സ്മാരകം സ്ഥാപിക്കില്ലെന്ന് പറയുന്നത് അംഗീകരിക്കില്ല. പി കൃഷ്ണപിള്ള സ്മാരകത്തിനായി നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച മുന്നിലുണ്ടാകുമെന്നും നാട് പ്രബുദ്ധമാകാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം ആവശ്യമാണെന്ന് മന്ത്രിമാർ അടക്കമുള്ളവർ മറന്നുപോവുകയാണെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. ലെപ്രസി സാനിറ്റോറിയത്തിലെ പി കൃഷ്ണപിള്ള സ്മാരകത്തിന് അനുവദിച്ച ഭൂമി തിരിച്ചെടുക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ CPI സംഘടിപ്പിച്ച ബഹുജന പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിനോയ് വിശ്വം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വെറും നേതാവല്ല, ചരിത്രം മാനിച്ച നേതാവായിരുന്നു സഭാ പി കൃഷ്ണപിള്ള. അദ്ദേഹമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നെഹ്റു പിന്നെ പറഞ്ഞ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പറ്റി ആദ്യമായി പഠിപ്പിച്ച നേതാവെന്ന കാര്യവും അവർ മറന്നു പോകുന്നു. ആ പദം അർത്ഥം പറഞ്ഞാണ് പറയുന്നതെങ്കിൽ അങ്ങനെ പറയാൻ കോൺഗ്രസ് പാർട്ടിയെ പഠിപ്പിച്ച നേതാവിന്റെ പേരാണ് സഭാ പി കൃഷ്ണപിള്ള എന്ന്. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ ഏറ്റവും വലിയ വ്യക്താവായിരുന്നു ഈ പറയുന്ന സഭാ പി കൃഷ്ണപിള്ള. അദ്ദേഹമാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വേരുപിടിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം മുൻകൈയിൽ CSP എന്ന പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ വേരുണ്ടാക്കിയത്. അതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ആ പാർട്ടിക്ക് ചരിത്രമുണ്ട്. മന്ത്രിമാർക്ക് അറിയില്ലായിരിക്കാമെന്ന് ആ ചരിത്രം വായിക്കണം. CPI മാവേലിക്കര മണ്ഡലം സെക്രട്ടറി MD ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു. CPI ദേശീയ കൗൺസിൽ അംഗം P പ്രസാദ് MLA, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TJ ആഞ്ചലോസ്, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് S സോളമൻ,
AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് CA അരുൺകുമാർ, N ശ്രീകുമാർ, KG സന്തോഷ്, N രവീന്ദ്രൻ, ഉണ്മാ മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ നാടുകളിൽ, വിവിധ പ്രദേശങ്ങളിൽ കലാകാരന്മാരായിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. അവരെല്ലാവരും സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്നവർ ഒന്നുമല്ല. സാധാരണക്കാരായ കുടുംബം നോക്കുന്നതിന് വേണ്ടി, അന്നുള്ള അന്നത്തിന് വേണ്ടി വക തേടി പോകുന്ന കലാകാരന്മാരാണ്. അവരുടെ അവശ്യ കാലഘട്ടത്തിൽ, അവർക്ക് വാർദ്ധക്യ കാലഘട്ടത്തിൽ മറ്റാരും നോക്കുവാനില്ലാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് ഒരു അഭയ കേന്ദ്രമായി മാറുവാനുള്ള ബൃഹത്തായ പദ്ധതി, അവർക്ക് താമസിക്കുവാനുള്ള അടക്കമുള്ള പദ്ധതി ഈ സാംസ്കാരിക നിലയത്തിന്റെ അനുബന്ധമായിട്ടുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പൗൾട്രി മേഖലയിലെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ ഭാരവാഹികൾ അറിയിച്ചു. മന്ത്രി KM ഷാജിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിലെ പൗൾട്രി മേഖല അഭിമുഖീകരിക്കുന്ന വിവിധ വെല്ലുവിളികൾ സർക്കാർ ഗൗരവത്തോടെ പരിഗണിക്കുകയും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുമെന്ന് മന്ത്രി KM ഷാജി അറിയിച്ചു. ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ ഭാരവാഹികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. മന്ത്രിയെ നേരിൽ കണ്ട് ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ നിവേദനം നൽകിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചതെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ജനറൽ സെക്രട്ടറി SK നസീർ, ട്രഷറർ രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള നിവേദന സംഘമാണ് മന്ത്രിയെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. കോൺഗ്രസ് നേതാവും കൊല്ലം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ B അജിത് കുമാറിന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കൊല്ലം കോർപ്പറേഷനിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ട നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. കോൺഗ്രസ് നേതാവും കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സമിതി അധ്യക്ഷനുമായ B അജിത് കുമാറിന് നാടിന്റെ അന്ത്യാഞ്ജലി. കൊല്ലം കോർപ്പറേഷനിൽ പൊതുദർശനം നടന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. മന്ത്രി ബിന്ദു കൃഷ്ണ, കോർപ്പറേഷൻ മേയർ AK ഹഫീസ്, DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ് തുടങ്ങിയവർ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കോർപ്പറേഷനിൽ എത്തിച്ചത്. തുടർന്ന് കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിലും പൊതുദർശനം നടന്നു. പിന്നീട് വിലാപയാത്രയായി അഞ്ചാലുമൂട് കോർപ്പറേഷൻ മൈതാനത്തിലും കുരിപ്പുഴ ഗവൺമെന്റ് UP സ്കൂളിലും എത്തിച്ചു. അവിടുത്തെ പൊതുദർശനത്തിന് ശേഷമാണ് കുടുംബ വീട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. നഗരത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും എത്തിയിരുന്നു. ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 5 പേരിലൂടെ അജിത് കുമാർ ഇനിയും ജീവിക്കും. മസ്തിഷ്ക മരണത്തെ തുടർന്നുള്ള അവയവദാനത്തിലൂടെയാണ് കൊല്ലം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ B അജിത് കുമാർ ഇനിയും ജീവിക്കുക. മസ്തിഷ്ക മരണം ഉറപ്പായതോടെ കണ്ണുകളും വൃക്കയും കരളും ദാനം ചെയ്യാൻ ബന്ധുക്കൾ തീരുമാനിക്കുകയായിരുന്നു. തൃക്കടവൂർ കുരീപ്പുഴ പ്ലാവറ നഗർ 47 കോനാവട്ടത്ത് വീട്ടിൽ B അജിത് കുമാർ കഴിഞ്ഞ ദിവസമാണ് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അന്തരിച്ചത്. മസ്തിഷ്ക മരണം ഉറപ്പായപ്പോൾ അജിത് കുമാറിന്റെ കണ്ണുകളും വൃക്കയും കരളും ദാനം ചെയ്യാൻ ബന്ധുക്കൾ തീരുമാനിക്കുകയായിരുന്നു. ഒരു വൃക്കയും കരളും കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് റോഡ് മാർഗം പ്രത്യേക ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ എത്തിച്ചത്. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ച് ശസ്ത്രക്രിയയ്ക്ക് കൈമാറി. ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നീരിമൺകടവ് സ്വദേശിയായ 48-കാരനും രണ്ടാമത്തെ വൃക്ക കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള വർക്കല സ്വദേശിനിയായ 37-കാരിക്കും കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കഴക്കൂട്ടം സ്വദേശിയായ 68-കാരനുമാണ് നൽകിയത്. നേത്രപടലങ്ങൾ തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിക്ക് കൈമാറി. കൊല്ലത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവും കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു അജിത് കുമാർ. തൃക്കടവൂർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമാണ്. അമ്മ ജഗദമ്മയ്ക്കൊപ്പമായിരുന്നു അവിവാഹിതനായ അജിത് കുമാർ താമസിച്ചിരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ അമ്മ മരിച്ചു. തുടർന്ന് അജിത് കുമാർ ഒറ്റയ്ക്കായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
എറണാകുളം വേളാങ്കണ്ണി റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. വേളാങ്കണ്ണി തിരുനാൾ പ്രമാണിച്ചാണ് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത്. കോട്ടയം, കൊല്ലം, ചെങ്കോട്ട വഴിയാണ് സർവീസ്. വേളാങ്കണ്ണി തിരുനാൾ പ്രമാണിച്ചാണ് എറണാകുളം വേളാങ്കണ്ണി സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത്. 06-061 എറണാകുളം വേളാങ്കണ്ണി ട്രെയിൻ ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 10 വരെ വ്യാഴാഴ്ചകളിലാണ് സർവീസ് നടത്തുന്നത്. ഉച്ചയ്ക്ക് 1-ന് എറണാകുളത്തു നിന്നും പുറപ്പെട്ട പിറ്റേന്ന് പുലർച്ചെ 5:50 വേളാങ്കണ്ണിയിൽ എത്തിച്ചേരും. മടക്ക ട്രെയിൻ ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 11 വരെ വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 6:40 പുറപ്പെട്ട പിറ്റേന്ന് രാവിലെ 11:50 എറണാകുളത്തെത്തും. കോട്ടയം, കൊല്ലം, ചെങ്കോട്ട വഴിയാണ് സർവീസ്. സെക്കൻഡ് AC 2, തേർഡ് AC 2, സ്ലീപ്പർ 13, ജനറൽ സെക്കൻഡ് 2 എന്നിങ്ങനെയാണ് കോച്ചുകൾ. ന്യൂസ് ഡെസ്ക്. SSF കേരള സാഹിത്യോത്സവിന് കായംകുളത്ത് തുടക്കമായി. 18 സംഘടനാ ജില്ലകളിൽ നിന്നായി 2500-ലേറെ പേർ പങ്കെടുക്കുന്നു. 17 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. സാഹിത്യോത്സവിന്റെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. SSF 33ാം എഡിഷൻ കേരള സാഹിത്യോത്സവിനാണ് കായംകുളത്ത് തുടക്കമായത്. 18 സംഘടനാ ജില്ലകളിൽ നിന്നായി 2500-ലധികം പ്രതിഭകളാണ് സാഹിത്യോത്സവിൽ പങ്കെടുക്കുന്നത്. കായംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയ 17 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. സാംസ്കാരിക ചർച്ചകൾ, സംവാദങ്ങൾ, എഡ്യൂസൻ കരിയർ എക്സ്പോ, പുസ്തകലോകം തുടങ്ങിയ വിവിധ പരിപാടികൾ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നു. അപ്പോൺ ദി ബിക്കോസ് എന്ന പ്രമേയത്തിലാണ് ഇത്തവണ സാഹിത്യോത്സവ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 25-ന് രാവിലെ 10-ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പരൻജോയ് ഗുഹ തകൂർത്ത സാഹിത്യോത്സവിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അതോടൊപ്പം തന്നെ 20-ലധികം പ്രസാധകർ പങ്കെടുക്കുന്ന, മലയാളത്തിലെ പ്രമുഖരായ പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകമേള, ബുക്ക് ഫെയർ 22-ാം തീയതി മുതൽ ഇന്ന് മുതൽ 26-ാം തീയതി വരെ സമ്മേളനത്തോട്, നമ്മുടെ സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി കരിയർ എന്താണ് എന്ന് ദിശ നിർണ്ണയിക്കുന്ന എഡ്യൂസൈൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കരിയർ എക്സ്പോ ഈ സാഹിത്യോത്സവത്തിന് അനുബന്ധമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വേദി എന്ന് പറയുന്നത് ജൂലൈ 24-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6:30 നമ്മുടെ എൽമെക്സ് ഗ്രൗണ്ടിലെ പ്രധാന വേദിയിൽ ഹിജറ എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഹിജറയുടെ അതേ വഴിയിലൂടെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഞ്ചരിച്ച അതേ വഴിയിലൂടെ അറബ് പൗരന്മാരായ ആളുകളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ആ കഷ്ടപ്പാടും ആ ഹിജറയുടെ ത്യാഗവും ഒക്കെ അതേപടി പകർത്തിയെടുത്ത ഒരു വിശാലമായ വിഷ്വൽ ട്രീറ്റ് എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഹിജറയുടെ എല്ലാ തലങ്ങളും ഒപ്പിയെടുത്ത വിശാലമായ ഒരു പരിപാടി, ഹിജറ എക്സ്പെഡീഷൻ എന്ന് പറയുന്ന പരിപാടി ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമിയുടെ നേതൃത്വത്തിൽ 24-ാം തീയതി എൽമെക്സ് ഗ്രൗണ്ടിലെ പ്രധാന വേദിയിൽ നടക്കും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം, KP രാമനുണ്ണി, TT ശ്രീകുമാർ, SSF സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനീറുൽ അഖ്ദൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ എന്നിവർ പങ്കെടുക്കും. 26-ന് നടക്കുന്ന സമാപന സംഗമത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, M ലിജു, SSF ഇന്ത്യ പ്രസിഡന്റ് CP ഉബൈദുള്ള സഖാഫി എന്നിവർ പങ്കെടുക്കും. സാഹിത്യോത്സവം 2026-ലെ അവാർഡ് ജേതാവിനെ 23-ന് രാവിലെ 11-ന് കോഴിക്കോട് പ്രസ് ക്ലബിൽ പ്രഖ്യാപിക്കുമെന്നും 25-ന് വൈകിട്ട് 4-ന് കായംകുളത്ത് സാഹിത്യോത്സവ അവാർഡ് സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. SSFന്റെ സംസ്ഥാന സാഹിത്യോത്സവ് ഇത്തവണ അരങ്ങേറുന്നത് കായംകുളത്താണ്. അപ്പോൺ ദ ബിക്കോസ് എന്ന ഒരു പ്രമേയത്തിൽ ആണ് 33ാം സംസ്ഥാന സാഹിത്യോത്സവ് നടക്കുന്നത്. വ്യത്യസ്ത സെഷനുകളിലായി ധാരാളം സാഹിത്യ കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സെഷനുകൾ ഇന്നത്തോടെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കായംകുളത്തെ എൽമെക്സ് ഗ്രൗണ്ടിൽ 1-ാം വേദി വിശാലമായ ഒരു 12,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന വലിയ പന്തലാണ് 1-ാം വേദിയായി സജ്ജീകരിച്ചിട്ടുള്ളത്. മേടമുക്കിലെ 2-ാം വേദിയും പാർക്ക് മൈതാനിലെ 3-ാം വേദിയും അടക്കം ടൗണിൽ വരുന്ന 3 ദിവസങ്ങൾ വെള്ളി, ശനി, ഞായറുകളിൽ 2500ഓളം പ്രതിഭകൾ സംസ്ഥാനത്തെ 17 ജില്ലകൾ, സംഘടനാ രംഗത്ത് 17 ജില്ലകളായിട്ടാണ്, നീലഗിരി അടക്കം 17 ജില്ലകളിൽ നിന്നുള്ള വിജയികളാണ് 2500 മത്സരാർത്ഥികൾ കായംകുളത്ത് പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു.
പി കൃഷ്ണപിള്ള ആരാണെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അറിയണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കൃഷ്ണപിള്ള സ്മാരകം വേണ്ടെന്ന് പറയുന്നവർ കലയും സാഹിത്യവും എല്ലാം വേണ്ടെന്നാണ് പറയുന്നതെന്നും ബിനോയ് വിശ്വം. പി കൃഷ്ണപിള്ള സ്മാരക ഭൂമി തിരിച്ചെടുക്കുന്നതിനെതിരെ ചാരുമൂട്ടിൽ ബഹുജന കൂട്ടായ്മ. കോൺഗ്രസ് നേതാവും കൊല്ലം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബി അജിത് കുമാറിന് അന്ത്യാഞ്ജലി. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കൊല്ലം കോർപ്പറേഷനിൽ പൊതുദർശനം. എറണാകുളം വേളാങ്കണ്ണി റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. വേളാങ്കണ്ണി തിരുനാൾ പ്രമാണിച്ചാണ് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത്. കോട്ടയം, കൊല്ലം, ചെങ്കോട്ട വഴിയാണ് സർവീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.